വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ കണ്ണേട്ട. ഇതുപോലെ കുറേ കാലം ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയി. ഇപ്പോൾ ഇന്ന് കണ്ണേട്ട സ്റ്റാർ ബർത്ത്ഡേ ആണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു, ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും അപ്പവും കൂടെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ണേട്ടൻ അത് കണ്ടുപിടിച്ചു. സർപ്രൈസ് പൊളിഞ്ഞാലും ഉള്ള ബർത്ത്ഡേ എന്ന് പറയുന്നത് ഗംഭീരമായിരുന്നു. എന്താ ഞങ്ങൾ ഒരുമിച്ചുള്ള ടൈം സ്പെൻഡിങ്ങും എല്ലാ മൊമെൻറ്റും എല്ലാം പ്രഷ്യസ് ആയിരുന്നു കേട്ടോ. കൂടാതെ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണിത്. ഞങ്ങളുടെ മാരേജിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ കൂടിയാണിത്. അതും ഒരു പ്രത്യേകത തന്നെയായിരുന്നു ഇന്നത്തെ ദിവസത്തിന്. എല്ലാവരും ചെയ്യുന്ന പോലെ ബർത്ത്ഡേ ഫുൾ അങ്ങനത്തെ വലിയ വ്ളോഗൊന്നുമല്ല. ഞങ്ങളുടെ ഒരു കുഞ്ഞ് സന്തോഷം, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, കാണുന്ന നിങ്ങൾക്കും വലിയ സന്തോഷമാകട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ പിറന്നാൾ ദിവസത്തെ ഏറ്റവും വലിയ സംഭവമായിട്ടുള്ള സദ്യയിലേക്കാണ് ഞങ്ങൾ പിന്നെ കടന്നിട്ടുണ്ടായിരുന്നത്. അമ്മ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. അമ്മ ലവ് യു സോ മച്ച്. അങ്ങനെ കണ്ണേട്ടൻ സദ്യയൊക്കെ കഴിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് ഗംഭീരമായിട്ടുണ്ട് സദ്യ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഒരു കൊതി കണ്ണേട്ടനൊരു വായ കൊടുക്കാൻ ഞാനങ്ങനെ കൊടുത്തു. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് കേക്ക് കട്ടിങ്ങിലോട്ട് കടന്നു. ഞങ്ങളെല്ലാവരും കണ്ണേട്ടനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഞാൻ മുറിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയെങ്കിലും കണ്ണേട്ടൻ ഇടയിൽ കൂടെ കയറി വന്നു. അങ്ങനെ കണ്ണേട്ടൻ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കണ്ണേട്ടൻ കേക്ക് മുറിച്ചു, കഴിച്ചു. എന്താ പറയുക, ഒരു പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇമോഷണൽ ഫീലിങ്സൊക്കെ വരില്ലേ, ആ ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ അച്ഛൻ എനിക്കും തന്നു ഇടയിൽ കൂടെ. ഞങ്ങൾക്കറിയാം ഇത് എന്താ പറയുക, എല്ലാവരും ഇടുന്ന പോലത്തെ ഒരു വ്ളോഗല്ല എന്നുള്ളത്. ഇത് എല്ലാം ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളുടെ ഒരു പാർട്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്. ബൈ.